ഒരു ഭിക്ഷക്കാരന്റെ ജീവിതം തന്നെ മാറ്റിയ ഒരു പെൺകുട്ടിയുടെ കഥ കേട്ടാലോ? ഈ കഥ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അവസാനം വരെ കേൾക്കുക. ഈ ഒരു ഭിക്ഷക്കാരൻ അന്ധനായിരുന്നു. ഇയാൾ എല്ലാ ദിവസവും റോഡരികിൽ ഒരു ഭിക്ഷാപാത്രവും മുന്നിൽ വെച്ചുകൊണ്ട് ഇരിക്കും. ഇയാളുടെ ബാക്കിലുള്ള ചുമരിൽ ഒരു പേപ്പറിൽ ഐ ആം ബ്ലൈൻഡ്, പ്ലീസ് ഹെൽപ്പ് മീ എന്ന് അയാൾ ആരെക്കൊണ്ടോ എഴുതിച്ച് ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതിലെ ധാരാളം ആളുകൾ കടന്നു പോകാറുണ്ടെങ്കിലും വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമാണ് ഇയാളുടെ ഭിക്ഷാപാത്രത്തിലേക്ക് എന്തെങ്കിലും ചെറിയ ഒരു പൈസയെങ്കിലും ഇട്ടുകൊടുക്കും. ഏഞ്ചൽ എന്നൊരു പെൺകുട്ടി, അവൾ സ്കൂളിൽ പോകുന്ന എല്ലാ ദിവസവും ഇയാളെ കാണാറുണ്ടായിരുന്നു. ചില ദിവസങ്ങളിലെല്ലാം ഏഞ്ചൽ ചെറിയ തുകകൾ ഈ ഭിക്ഷക്കാരന്റെ പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കും. അവളാൽ കഴിയുന്ന സഹായം ചെയ്യാനാണ് അവൾ ഉദ്ദേശിച്ചത്. ഒരു ദിവസം അവൾ വന്നത് വലിയൊരു ചാർട്ട് പേപ്പറുമായിട്ടാണ്. എന്നിട്ട് ഭിക്ഷക്കാരനോട് പറഞ്ഞു, നിങ്ങളുടെ പുറകിൽ ചുമരിൽ എഴുതി വെച്ച എല്ലാം നല്ല അഴുക്കായിട്ടുണ്ട്, ഞാനത് മാറ്റി പുതിയതൊന്ന് സ്ഥാപിക്കാം. ഭിക്ഷക്കാരൻ വളരെ സന്തോഷത്തോടെ ശരി മോളെ എന്ന് പറഞ്ഞു. അങ്ങനെ ഏഞ്ചൽ തന്റെ കയ്യിലുള്ള ചാർട്ട് പേപ്പർ അവിടെ ഒട്ടിച്ചു. എന്നിട്ട് പതിവ് പോലെ കടന്നുപോയി. ഈ ചാർട്ട് പേപ്പർ ഒട്ടിച്ചതിന് ശേഷം ഭിക്ഷക്കാരന്റെ പാത്രത്തിലേക്ക് ധാരാളം ആളുകൾ പൈസകൾ ഇടാൻ തുടങ്ങി. അല്ലാതെ അതിലെ പോകുന്ന ആളുകൾ തിരിഞ്ഞു പോലും നോക്കിയിരുന്നില്ല. ഇപ്പോൾ നല്ല രീതിയിൽ ഇയാളുടെ ഭിക്ഷാപാത്രം നിറയാൻ തുടങ്ങി. വലിയ വലിയ എമൗണ്ടുകൾ വരെ അതിലേക്ക് വന്നു തുടങ്ങി. പിറ്റേന്ന് ഏഞ്ചൽ ഭിക്ഷക്കാരന്റെ അടുത്തെത്തി ചോദിച്ചു, ഇന്നലെ എങ്ങനെയുണ്ടായിരുന്നു? ഭിക്ഷക്കാരൻ വളരെ സന്തോഷത്തോടെ പറഞ്ഞു, നല്ല രീതിയിൽ പണം ഇന്നലെ കിട്ടി. ഞാനൊരു മാസത്തോളം ഇവിടെ ഇരുന്നാൽ കിട്ടുന്ന പൈസ ഇന്നലെ മാത്രം കിട്ടി. നീ എന്താണ് അതിൽ ചെയ്തത്? നീ എന്താണ് അതിൽ എഴുതി വെച്ചത്? അപ്പോൾ ഏഞ്ചൽ പുഞ്ചിരിയോടെ പറഞ്ഞു, നിങ്ങൾ എഴുതിയത് തന്നെയാണ് ഞാൻ എഴുതിയത്, ചെറിയൊരു മാറ്റം വരുത്തിയായിരുന്നു. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഡേ ബട്ട് ഐ കാൺ സീ ഇറ്റ്. ഇന്നൊരു വളരെ മനോഹരമായ ദിനമാണ്, പക്ഷേ എനിക്കത് കാണാൻ സാധിക്കില്ല എന്നായിരുന്നു ആ പെൺകുട്ടി ആ ചാർട്ട് പേപ്പറിൽ എഴുതി ഒട്ടിച്ചിരുന്നത്. ആ ഏഞ്ചൽ എന്ന പെൺകുട്ടിയുടെ വ്യത്യസ്തമായ ചിന്ത ആ യാചകന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. നമ്മുടെ ജീവിതത്തിലും ഇതേപോലെ തന്നെയാണ് പല കാര്യങ്ങളും സംഭവിക്കുന്നത്. നമ്മൾ സ്ഥിരമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അതിന് നല്ലൊരു മാറ്റം വരുത്താൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിലും വളരെ പോസിറ്റീവായുള്ള മാറ്റങ്ങൾ കണ്ടുതുടങ്ങും. നമ്മൾ ചിന്തിക്കുന്ന രീതി ഒരേപോലെ ആയിക്കൊണ്ടിരുന്നാൽ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സാധ്യമല്ല. ചിന്തകൾ മാറണം. കാലത്തിനനുസരിച്ചുള്ള പുതിയ പുതിയ ചിന്തകൾ നമ്മൾ കൊണ്ടുവരാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നല്ലൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലും സംഭവിക്കും. ബെസ്റ്റ് വിഷസ് ഫോർ എ പോസിറ്റീവ് ചേഞ്ച് ഇൻ യുവർ ലൈഫ്.